വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് കാണിക്കുന്ന ഒരു യൂസ്ഫുൾ സാധനത്തിനെ പറ്റിയാണ് കേട്ടോ. എൻ്റെ അനിയത്തി ലച്ചു എന്ന് പറയുന്ന കുഞ്ഞിന് ഒരു കൊച്ചു കൊടുത്തതാണ്, ഗിഫ്റ്റാണ്. ഇത് കണ്ടോ, ഈ ക്യൂട്ട് ലവിൻ്റെ സിങ്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു പിടിയും വരുന്നുണ്ട്, കണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. തലയിലൊക്കെ ഇങ്ങനെ ക്ലിപ്പായിട്ട് കുത്തി വെക്കാം. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? തലയിലൊക്കെ ഇങ്ങനെ ഫാഷനായിട്ട് ക്ലിപ്പായിട്ടൊക്കെ കുത്തി വെക്കുക. എത്ര ആട്ടിയാലും പോവില്ല. അത് അവിടെ തന്നെ സ്ലൈഡ് പോലെ മുടിയിലോട്ട് ഇങ്ങനെ ഒതുങ്ങിയിരുന്നോളും. പിന്നെ നമ്മൾ ഭയങ്കര ഉയർത്തി ജമ്പ് ചെയ്യൊക്കെ ആണെങ്കിൽ താഴെ ചിലപ്പോൾ ഒന്ന് വീണ് പോവും. അതെന്നാലും നമുക്ക് എടുത്ത് കുത്തിക്കൂടെ? അതിന് വേണ്ടി ഒരു കുഞ്ഞ് യൂസ്ഫുൾ സാധനമാണ് ഇത്. നമുക്ക് താഴെ വീഴാത്ത രീതിയിൽ മുറുക്കി കുത്തി കഴിഞ്ഞാൽ അത് പോവില്ല കേട്ടോ. ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ അത് പോകത്തില്ല. വേണേൽ കാണിച്ചു തരാം. എത്രയും ചാടിയിട്ടും അത് പോയില്ല, കണ്ടോ? അതങ്ങനെ ഇരുന്നോളും. അത് അതിൻ്റെ ഒരു യൂസ്ഫുൾ. അതിൻ്റെ 2 സാധനങ്ങളുണ്ട്. അല്ലാതെ ഇതിന് വേറൊരു ഉപയോഗമില്ല. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഒരെണ്ണം വെച്ച് ഞാൻ വേറൊരു കാര്യം ചെയ്യും. ഒരെണ്ണം വെച്ച് ഞാൻ തലയിൽ കുത്തും. ഒരെണ്ണം നമുക്ക് പകുതി പേപ്പർ എടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ ആ ഒരു പേപ്പർ അങ്ങനെ ഇരുന്നോളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പോൾ ഒരു ഇല, ഈ ഒരു ഇല, ഇതിപ്പോൾ ഒരു പേപ്പറാണെന്ന് വിചാരിച്ചോ. ഞാൻ ഇങ്ങനെ കുത്തി വെച്ചാൽ അതങ്ങനെ ഇരുന്നോളും. മനസ്സിലായോ? അതങ്ങനെ ഇരുന്നോളൂ. പിന്നെ കുറേ ഇലകളുണ്ടെങ്കിൽ ഇത് കട്ടിക്ക് അങ്ങനെ ഇരുന്നോളൂ. കുറേ പേപ്പർ വെച്ചാൽ മതി, കട്ടിക്ക് അങ്ങനെ ഇരുന്നോളൂ. 2-3 പേപ്പർ ആണെങ്കിലും അതിങ്ങനെ വെച്ചിട്ട് അങ്ങ് ബുക്കടച്ചാൽ അത് ഇരുന്നോളൂ. പിന്നെ ഇത് 2 ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ്. എന്താ ക്യൂട്ടി തിങ്സാണ്. ഒന്നെന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നിൻ്റെന്ന് വെച്ചാൽ കണ്ണടച്ചിരിക്കുന്നു. നോക്കുന്നു. ഇത് ഈസി ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ ഈ കീച്ചെയിനൊക്കെ ഉണ്ടല്ലോ, കീച്ചെയിനൊക്കെ ഇങ്ങനെ ഒരു ഞെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അകത്തോട്ട് കയറ്റാൻ പറ്റുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല ഗൈസ്. നമ്മൾ കീച്ചെയിനൊക്കെ എടുത്ത് കഴിയുമ്പോൾ അത് വലിയ കീച്ചെയിനൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ആ പ്രസ് ചെയ്യുന്ന സാധനം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവും. ഓക്കെ, അതറിയാമല്ലോ. ആ പ്രസ് ചെയ്യുന്ന സാധനം വെച്ച് അറിയാത്തവർ ഒരു കീ ചെയിൻ വലുത് മേടിച്ചിട്ട് അതിനകത്ത് നോക്കുക. ഒരു പ്രസ് ചെയ്യുന്ന അമർത്തുമ്പോൾ തുറക്കുന്ന ഒരു സാധനമുണ്ട്. അത് ഇങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് കയറ്റി ഇടുക. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് കയറ്റിയിടാം. ഒരെണ്ണമായാലും നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ കിടന്ന് കുലുങ്ങി ഇങ്ങനെ കിടക്കും. ഒരു നൂലുണ്ടായിരുന്നെങ്കിൽ ഇപ്പം കയറ്റി കാണിക്കാൻ. ദാ ഗൈസ്, ഇങ്ങനെ സാധനം കാണൂലേ, ഇങ്ങനെ ഞെക്കിയിട്ട് ആ ഒരു സാധനത്തിനകത്ത് ഇതിങ്ങനെ കയറ്റിയിടുക കേട്ടോ. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമായിരിക്കും, നന്നായിട്ട് കയറിയിരിക്കും. നല്ല ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാം. അതിന് മാത്രമേ ഇത് യൂസ്ഫുൾ ഉള്ളൂ. അല്ലെങ്കിൽ വേറൊന്നും കൂടെ നമുക്ക് ചെയ്യാം. കൈക്കകത്ത് മറ്റേ നൂലുണ്ടല്ലോ, 2 നൂലിങ്ങനെ മടക്കിയിട്ട് ഇതിനകത്തൂടെ ഇങ്ങനെ കയറ്റിയിട്ട് ഇതിങ്ങനെ ഇട്ട് കയ്യിലിങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഇരുന്നോളും. കയ്യിലൊരു ചെയിനായി പുതിയ. മനസ്സിലായോ? അപ്പോൾ ഞാൻ കുറച്ച് 2 യൂസ്ഫുൾ സാധനങ്ങളാണ് കാണിച്ചത്. ഒന്ന് ഇത് തലയിൽ കുത്താൻ, പിന്നെ ഇത് വേറെ എന്തെങ്കിലും ചെയ്യും. ഇത് നമുക്ക് കീ ചെയിനായിട്ടോ അല്ലെങ്കിൽ കയ്യിലോ ഇടാം. അപ്പോൾ ഇതെന്ത് വേണം? തലയിൽ കുത്താൻ, പിന്നെ നമുക്ക് പേപ്പേഴ്സിനകത്ത് ഇങ്ങനെ കയറ്റി വെച്ചൂടെ, അത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ബൈ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.